നീനാസ് PSC പോയിന്റ്സ്. ഞങ്ങളുടെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു നീനാസ് PSC പോയിന്റ്സ്. ഇന്നത്തെ നമ്മുടെ പാഠം ഇന്ത്യയിലെ ബാങ്കുകൾ. ബാങ്ക് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇറ്റലിയിൽ ആണെന്ന് പറയപ്പെടുന്നു. നവോത്ഥാന കാലത്ത് ഇറ്റലിയിലെ ചന്തസ്ഥലങ്ങളിൽ ബെഞ്ചുകളിലിരുന്നാണ് മണി ലെൻഡേഴ്സ് അഥവാ പണം വായ്പയായി നൽകുന്നവർ പണമിടപാട് നടത്തിയിരുന്നത്. ബെഞ്ചിന് ഇറ്റാലിയൻ ഭാഷയിൽ ബാങ്കോ എന്നാണ് അർത്ഥം. ബാങ്കോവിൽ നിന്നാണ് ബാങ്ക് എന്ന പദം ഉണ്ടായത്. ഒരു സമൂഹത്തിൽ ബാങ്കിൻ്റെ ആവശ്യം എന്താണ്? ജനങ്ങളിൽ നിന്നും മറ്റും നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, ആ പണം ഉപയോഗിച്ച് ആവശ്യക്കാർക്ക് വായ്പകൾ നൽകുക എന്നതാണ് ഒരു ബാങ്കിൻ്റെ പ്രാഥമിക കർത്തവ്യം. അതോടൊപ്പം തന്നെ ഫണ്ട് ട്രാൻസ്ഫർ, ചെക്ക് കളക്ഷൻ, ബിൽ പേയ്മെൻറ്റ് തുടങ്ങിയ ഏജൻസി പ്രവർത്തനങ്ങളും ലോക്കർ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അണ്ടർ റൈറ്റിംഗ്, ബാങ്ക് ഗ്യാരണ്ടി തുടങ്ങിയ മറ്റു യൂട്ടിലിറ്റി പ്രവർത്തനങ്ങളും ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ മൗര്യ കാലഘട്ടത്തിൽ ബാങ്കർമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ വാണിജ്യ ബാങ്കുകളുടെ ചരിത്രം ആരംഭിക്കുന്നത് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിലാണ്. 1770-ൽ കൽക്കത്തയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ബാങ്ക് സ്ഥാപിക്കപ്പെട്ടു, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. അലക്സാണ്ടർ ആൻഡ് കമ്പനി എന്ന യൂറോപ്യൻ ഏജൻസി സ്ഥാപിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമേഴ്ഷ്യൽ ബാങ്ക്. ഓർക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നീ 3 ബ്രിട്ടീഷ് പ്രസിഡൻസികളിൽ സ്ഥാപിച്ച ബാങ്കുകളാണ് 1806-ലെ ബാങ്ക് ഓഫ് കൽക്കത്ത, 1840-ലെ ബാങ്ക് ഓഫ് ബോംബെ, 1843-ലെ ബാങ്ക് ഓഫ് മദ്രാസ് എന്നിവ. 1809-ൽ ബാങ്ക് ഓഫ് കൽക്കത്തയുടെ പേര് ബാങ്ക് ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റി. ആധുനിക അർത്ഥത്തിലുള്ള ബാങ്കിങ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ഈ പ്രസിഡൻസി ബാങ്കുകളോട് കൂടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്കായി അറിയപ്പെടുന്നത് കൽക്കത്ത ആസ്ഥാനമായിട്ടുള്ള അലഹബാദ് ബാങ്കാണ്. 2020 മാർച്ച് 31 വരെ പ്രവർത്തിച്ച അലഹബാദ് ബാങ്ക് 2020 ഏപ്രിൽ 1-ന് ഇന്ത്യൻ ബാങ്കിൽ ലയിച്ചു. ഷെയർ ഹോൾഡേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റിയുമായി സ്ഥാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഔധ് കമേഴ്ഷ്യൽ ബാങ്ക്. ഫൈസാബാദിൽ 1881-ൽ ആരംഭിച്ച ഔധ് കമേഴ്ഷ്യൽ ബാങ്ക് 1958-ൽ ലിക്വിഡേഷനിലായി പ്രവർത്തനം അവസാനിപ്പിച്ചു. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ, ഇപ്പോഴും പ്രവർത്തനം തുടരുന്ന ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 1894-ൽ ലാഹോറിലാണ് PNB എന്ന പഞ്ചാബ് നാഷണൽ ബാങ്ക് ആരംഭിച്ചത്. ഇന്ത്യയിലെ 2ാമത്തെ വലിയ പൊതുമേഖലാ ബാങ്കാണ് ഇപ്പോൾ PNB. ഇന്ത്യയുടെ പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന ലാലാ ലജ്പത് റായ് ആണ് PNBയുടെ സ്ഥാപകരിൽ ഒരാൾ. ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് ഇന്ത്യക്കാരുടെ പൂർണ്ണ നിയന്ത്രണത്തോടെ 1911-ൽ സ്ഥാപിച്ച ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഫിറോസ് ഷാ മേത്ത സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ 3 പ്രസിഡൻസികളിൽ
ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച ബാങ്കുകളാണ് ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നിവ. 1921 ഈ 3 പ്രസിഡൻസി ബാങ്കുകളും ലയിപ്പിച്ച് ഒരു വലിയ ബാങ്കാക്കി. അതാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് രൂപീകരണത്തിന് മുമ്പ് ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ബാങ്കായും ഇംപീരിയൽ ബാങ്ക് പ്രവർത്തിച്ചിരുന്നു. 1955 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചു. ഇംപീരിയൽ ബാങ്കിൻ്റെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റി. ഓർക്കുക, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. 1959 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സബ്സിഡിയറി ബാങ്ക് ആക്ട് പ്രകാരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 8 അസോസിയേറ്റഡ് ബാങ്കുകൾ ഉണ്ടായി. അവയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്നിവ. 1963 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീറും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂറും ലയിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂറായി. അങ്ങനെ ആകെ അസോസിയേറ്റഡ് ബാങ്കുകൾ 7 കുറഞ്ഞു. അവയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര 2008 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ 2010 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. 2017 ഏപ്രിൽ 1 ബാക്കിയുള്ള 5 അസോസിയേറ്റഡ് ബാങ്കുകളും SBIയിൽ ലയിച്ചു. 2013 സ്ഥാപിക്കപ്പെട്ട ഭാരതീയ മഹിളാ ബാങ്കും അതേ ദിവസം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ചേർന്നു. അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോകത്തിലെ തന്നെ വലിപ്പത്തിൽ 43-ാം സ്ഥാനമുള്ള ബാങ്കായി മാറി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് എന്ന് ചോദിച്ചാൽ ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ എന്നല്ല, ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എറണാകുളം വൈപ്പിൻ റൂട്ടിലെ ഒരു ജങ്കാർ ബോട്ടിലാണ് ഈ ഫ്ലോട്ടിംഗ് ATM. 1969 ബാങ്ക് ദേശസാൽക്കരണം. ഇന്ത്യയിൽ ആദ്യമായി ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്ന വർഷം 1969. ഇതിനു മുമ്പ് 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ദേശസാൽക്കരിക്കപ്പെട്ടവയാണെങ്കിലും ശരിയായ അർത്ഥത്തിൽ ബാങ്കുകളുടെ ദേശസാൽക്കരണം ആദ്യമായി നടന്നത് 1969. ദേശസാൽക്കരണം നടപ്പാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 1969 ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം 14. അലഹബാദ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയാണ് ഈ 14 ബാങ്കുകൾ. ഈ ബാങ്കുകളുടെ പേരുകൾ ഓരോന്നും പഠിക്കേണ്ട കാര്യമില്ല. ഓർക്കുക, ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷം 1969. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 1980 ബാങ്ക് ദേശസാൽക്കരണം. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 1980 വീണ്ടും 6 ബാങ്കുകൾ കൂടി ദേശസാൽക്കരിക്കപ്പെട്ടു. ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കോമേഴ്സ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, വിജയ ബാങ്ക് എന്നിവയാണ് 1980 ദേശസാൽക്കരിക്കപ്പെട്ട 6 ബാങ്കുകൾ. ഓർക്കുക, 1969 1980 ബാങ്ക് ദേശസാൽക്കരിച്ച കാലത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 1969
നാഷണലൈസ് ചെയ്ത ബാങ്കുകൾ 14. 1980 നാഷണലൈസ് ചെയ്ത ബാങ്കുകൾ 6. അങ്ങനെ പൂർണ്ണമായും ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളുടെ ആകെ എണ്ണം 20. ഇന്ത്യയിൽ 12 പൊതുമേഖലാ ബാങ്കുകൾ. 1969 14 1980 6 ബാങ്കുകൾ. അങ്ങനെ ആകെ ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകൾ 20. ഇവയിൽ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ 1993 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. 2 നാഷണലൈസ്ഡ് ബാങ്കുകൾ തമ്മിലുള്ള ആദ്യത്തെ ലയനമായിരുന്നു ഇത്. പിന്നീട് 2019 ഏപ്രിൽ 1 ദേന ബാങ്കും വിജയ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു. 2020 ഏപ്രിൽ 1 സിൻഡിക്കേറ്റ് ബാങ്ക് കനറ ബാങ്കിലും അലഹാബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലും ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കോമേഴ്സ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ പഞ്ചാബ് നാഷണൽ ബാങ്കിലും ആന്ധ്ര ബാങ്ക് കോർപ്പറേഷൻ ബാങ്ക് എന്നിവ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലും ലയിച്ചു. അങ്ങനെ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ എണ്ണം 11 കുറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കം ഇപ്പോൾ ഇന്ത്യയിൽ 12 പൊതുമേഖലാ ബാങ്കുകളാണ് ഉള്ളത്. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയാണ് ഈ 12 ബാങ്കുകൾ. ഇവയിൽ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇവയുടെ എല്ലാം ആസ്ഥാനം മുംബൈ. പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നിവയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിവയുടെ ആസ്ഥാനം ചെന്നൈ. ബാങ്ക് ഓഫ് ബറോഡയുടെ ആസ്ഥാനം വഡോദര. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ആസ്ഥാനം പൂനെ. യൂക്കോ ബാങ്കിൻ്റെ ആസ്ഥാനം കൊൽക്കത്ത. കനറ ബാങ്കിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ. 1980 സ്റ്റേറ്റ് ബാങ്കും സ്റ്റേറ്റ് ബാങ്കിൻ്റെ അസോസിയേറ്റ് ബാങ്കുകളും നാഷണലൈസ്ഡ് ബാങ്കുകളും കൂടി ആകെ 28 ഉണ്ടായിരുന്നു. ലയനങ്ങളിലൂടെ ഇപ്പോൾ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12. കാറ്റഗറീസ് ഓഫ് ബാങ്ക്സ്. ബാങ്കുകളെ പല രീതിയിൽ തരംതിരിക്കാമെങ്കിലും വിശാലമായ അർത്ഥത്തിൽ 4 തിരിക്കാം. കമേഴ്ഷ്യൽ ബാങ്കുകൾ, സ്മോൾ ഫൈനാൻസ് ബാങ്കുകൾ, പേയ്മെൻറ്റ് ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നിങ്ങനെ. കമേഴ്ഷ്യൽ ബാങ്കുകളുടെ കൂട്ടത്തിൽ പെടുന്നവയാണ് പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ മേഖലാ ബാങ്കുകൾ, റീജിയണൽ ഗ്രാമീണ ബാങ്കുകൾ, വിദേശ ബാങ്കുകൾ എന്നിവ. 50%-ലധികം ഗവൺമെൻറ് ഓഹരിയുള്ളവയാണ് പൊതുമേഖലാ ബാങ്കുകൾ. ഉദാഹരണം SBI, ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ശാഖ തുടങ്ങിയ ഇന്ത്യൻ ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1946 ലണ്ടനിൽ. ചെറുകിട വായ്പ ഉദ്ദേശിച്ച് 2013 ശേഷം ആരംഭിച്ചവയാണ് സ്മോൾ ഫൈനാൻസ് ബാങ്കുകൾ. 2014 നജികേത് മോർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ആരംഭിച്ച ബാങ്കുകളാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ. പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് വായ്പ നൽകാൻ അധികാരമില്ല. മറ്റൊരു വിഭാഗം ബാങ്കുകളാണ് സഹകരണ ബാങ്കുകൾ. അവയിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നീ വിഭാഗങ്ങൾ ഉണ്ട്. ഇന്ന് ഇന്ത്യയിൽ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ എണ്ണം 12. സ്വകാര്യ മേഖലാ വാണിജ്യ ബാങ്കുകൾ 22. അടുത്തുതന്നെ ലക്ഷ്മി വിലാസ് ബാങ്ക് സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന DBS ബാങ്കിൽ ലയിക്കുമ്പോൾ എണ്ണം 21 നിലവിൽ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ICICI ബാങ്ക്, ആസ്ഥാനം മുംബൈ. ICICIയുടെ പൂർണ്ണ രൂപം ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ബാങ്കിംഗ് സ്ഥാപനം
HDFC ബാങ്ക്, ആസ്ഥാനം മുംബൈ. HDFCയുടെ പൂർണ്ണരൂപം ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫൈനാൻസ് കോർപ്പറേഷൻ. മറ്റൊരു പ്രധാന ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് 1993 ആരംഭിച്ച UTI ബാങ്ക്. ആദ്യമായി ട്രാവൽ കറൻസി കാർഡ് ആരംഭിച്ച ബാങ്കാണ് UTI ബാങ്ക്. 2007 മുതൽ UTI ബാങ്കിൻ്റെ പേര് ആക്സിസ് ബാങ്ക് എന്നാണ്. കേരളം ആസ്ഥാനമായുള്ള പ്രധാനപ്പെട്ട സ്വകാര്യ മേഖലാ ബാങ്കുകളാണ് ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, CSB എന്നിവ. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് ആയിരുന്നു. 1899 തുടങ്ങിയ നെടുങ്ങാടി ബാങ്ക് 2003 PNBയിൽ ലയിച്ചു. നെടുങ്ങാടി ബാങ്ക് സ്ഥാപിച്ചത് മലയാളത്തിലെ ആദ്യത്തെ നോവലായ കുന്തലതയുടെ രചയിതാവ് അപ്പു നെടുങ്ങാടി ആയിരുന്നു. ഇന്ത്യയിലാകെ 44 റീജിയണൽ റൂറൽ ബാങ്കുകളുണ്ട്. നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കും സംയോജിപ്പിച്ച് കേരളത്തിൽ ഇപ്പോൾ ഒരു ഗ്രാമീൺ ബാങ്ക് മാത്രമേ ഉള്ളൂ, കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറം. ഉത്തർപ്രദേശ് മൊറാദാബാദിലെ പ്രഥമ ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക്. ബാങ്ക് ഓഫ് അമേരിക്ക, ബാർക്ലേസ് ബാങ്ക്, ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിംഗ് കോർപ്പറേഷൻ എന്നിങ്ങനെ ധാരാളം വിദേശ ബാങ്കുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോഴുള്ള ഏക സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഇസാഫ്. ഇസാഫ് എന്നാൽ ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറം. 2016 ഇസാഫ് ബാങ്കിന് RBIയുടെ ലൈസൻസ് ലഭിച്ചത്. പേയ്മെൻറ്റ് ബാങ്ക്സ്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക്. 1 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപം സ്വീകരിക്കാൻ മാത്രമേ ഇപ്പോൾ പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് അധികാരമുള്ളൂ. വായ്പ നൽകാൻ പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് അധികാരമില്ല. മറ്റു ചില ബാങ്കുകൾ. നബാർഡ്. നബാർഡിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. കാർഷിക മേഖലക്കും ഗ്രാമീണ വികസനത്തിനുമുള്ള ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം നബാർഡ്. എക്സിം ബാങ്ക്. എക്സ്പോർട്ട് ഇമ്പോർട്ടിന്, അതായത് കയറ്റുമതി ഇറക്കുമതി കാര്യങ്ങൾക്കായി ധനസഹായം ചെയ്യുന്ന ബാങ്കാണ് എക്സിം ബാങ്ക്. സിഡ്ബി. ചെറുകിട വ്യവസായികളെ സഹായിക്കുന്ന ധനകാര്യ സ്ഥാപനമാണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന സിഡ്ബി. മുദ്ര ബാങ്ക്. മൈക്രോ ഫൈനാൻസ് സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകുന്ന സ്ഥാപനമാണ് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫൈനാൻസ് ഏജൻസി ബാങ്ക് എന്ന മുദ്ര ബാങ്ക്. ചില ബാങ്കിംഗ് പദങ്ങൾ. IFSC. പൂർണ്ണരൂപം ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം കോഡ്. IFSC കോഡിലെ ഡിജിറ്റുകളുടെ എണ്ണം 11. ആദ്യത്തെ 4 ഡിജിറ്റുകൾ ബാങ്കിനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങളാണ്. അവസാനത്തെ 6 ഡിജിറ്റുകൾ ബാങ്ക് ബ്രാഞ്ചിനെ സൂചിപ്പിക്കുന്ന അക്കങ്ങളാണ്. 5ാമത്തെ ഡിജിറ്റ് 0 ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രാഞ്ചിൻ്റെ IFSC കോഡ് SBIN 0005943. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനാണ് സാധാരണയായി IFSC കോഡ് ഉപയോഗിക്കുന്നത്. IFSC കോഡും അക്കൗണ്ട് നമ്പറും ഉപയോഗിച്ച് മൊബൈൽ ഫോൺ വഴി തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അടുത്തത് MICR. MICRൻ്റെ പൂർണ്ണരൂപം മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. MICRലെ ഡിജിറ്റുകളുടെ എണ്ണം 9. ചെക്ക് ലീഫിൽ MICR കോഡ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. ചെക്ക് ക്ലിയറിങ്ങിനാണ് MICRൻ്റെ ആവശ്യം. ATM. ATMൻ്റെ പൂർണ്ണരൂപം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ.
ഇന്ത്യയിൽ ആദ്യമായി ATM ആരംഭിച്ച ബാങ്ക് HSBC. 1987 മുംബൈയിൽ HSBC ആദ്യത്തെ ATM ആരംഭിച്ചു. കേരളത്തിലെ ആദ്യത്തെ ATM സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ്. 1993 ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റാണ് കേരളത്തിലെ ആദ്യത്തെ ATM ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് റോബോട്ടിൻ്റെ പേര് ലക്ഷ്മി. 2016 സിറ്റി യൂണിയൻ ബാങ്കാണ് ചെന്നൈയിൽ റോബോട്ട് വഴി കസ്റ്റമർ സർവീസ് നൽകി തുടങ്ങിയത്. ഇതോടുകൂടി ഇന്ത്യയിലെ ബാങ്കുകൾ എന്ന പാഠം അവസാനിക്കുന്നു. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചും ലോക സാമ്പത്തിക സ്ഥാപനങ്ങളെക്കുറിച്ചും അടുത്ത വീഡിയോയിൽ വിവരിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.